ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണോ മക്കളെ? നമ്മുടെ മൂവ്മെന്റ് ഓഫ് എർത്ത് റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ എന്ന് പറയുന്ന ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്ന് പറഞ്ഞ മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ. ഈ ചാപ്റ്റർ ഏറ്റവും പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് മക്കൾക്ക് അത് തെറ്റുന്ന ഭാഗം. അതുകൊണ്ട് അതിനെ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാമെന്നുള്ളൂ, അങ്ങനെ ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ വന്നാൽ ഒരിക്കലും തെറ്റാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇനി ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, യോദ്ധാ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വേഗത്തിൽ ജോയിൻ ചെയ്തേക്കാം. ഈ ചാൻസ് എന്ത് ചെയ്യരുത്, കളയരുത് കേട്ടോ. സോ നമുക്ക് നേരെ നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. മക്കളെ, ഇവിടെ ആദ്യം മക്കൾ പഠിച്ചു വെക്കേണ്ട ഈ ഒരു 3 കോൺസെപ്റ്റ് നിർബന്ധമായിട്ട് മക്കളുടെ മനസ്സിൽ കയറ്റിയേക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചേക്കാം, ഒരു റൊട്ടേഷൻ, ഒരു ഭ്രമണം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ഇസ് ഇറ്റ് ക്ലിയർ? എത്ര മണിക്കൂറാ? 24 മണിക്കൂർ. അഥവാ 24 മണിക്കൂർ കൊണ്ടാണ് ഭൂമി ഒരു പ്രാവശ്യം ഇങ്ങനെ ചുറ്റുന്നത്. ഒരു സർക്കിൾ പോലെ ഇങ്ങനെ ചുറ്റുക എന്ന് പറയുന്നത് 360 ഡിഗ്രി കറങ്ങാൻ വേണ്ടി നമുക്ക് വേണ്ട സമയത്തിലാണ് 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് 1440 മിനിറ്റ് എന്ന് പറയാം. എത്ര പറയാം? 1440 മിനിറ്റ്. ഒന്നാമത്തെ കാര്യം പോയിന്റ് ക്ലിയർ ആണല്ലോ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, 15 ഡിഗ്രി കറങ്ങാൻ നമുക്ക് വേണ്ട സമയം 60 മിനിറ്റ് അഥവാ 1 മണിക്കൂറാണ്. 15 ഡിഗ്രി കറങ്ങാൻ എന്ന് വെച്ചാൽ 24 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രിയാണ്. അപ്പൊ 15 ഡിഗ്രിക്ക് എത്രയാണെന്നുള്ളത് നമ്മൾ ഹരിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധനം 15 ഡിഗ്രിക്ക് എത്ര മണിക്കൂറാണ്? 1 മണിക്കൂർ. മറന്നു പോകരുത്, 15 ഡിഗ്രിക്ക് 1 മണിക്കൂർ. അപ്പോൾ 1 ഡിഗ്രിക്കോ 4 മിനിറ്റ്. ഇനി ഇത് കൺഫ്യൂഷൻ വരുത്താത്ത രീതിയിൽ പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ തന്നെ പറഞ്ഞേക്കാം. മക്കളെ, ഗ്രീനിച്ച് ലൈനിൽ നിന്ന് എവിടെ നിന്നാണ് മക്കളെ? ഗ്രീൻവിച്ച് കേട്ടോ. ഗ്രീനിച്ച് ലൈനായി ഗ്രീനിച്ച് രേഖ എന്ന് മക്കൾ കേട്ടിട്ടില്ലേ? യെസ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിലുകളൊക്കെ നമ്മൾ ലൈവുകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഗ്രീനിച്ച് ലൈൻ, ഈ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് ഈസ്റ്റിലോട്ട് അഥവാ കിഴക്കോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് സമയത്തെ കൂട്ടുകയും വെസ്റ്റിലോട്ട് പടിഞ്ഞാറോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് സമയത്തെ കുറയ്ക്കുകയും ചെയ്യണം. ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നും കൂടെ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എഴുതിയിട്ട് തരാം, വൃത്തിയായിട്ട് എഴുതിയിട്ട് തരാം. മക്കൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് ഇതാണ്. ഈസ്റ്റിലോട്ട് മക്കളെ, എവിടേക്കാണ്? ഈസ്റ്റിലോട്ട് കിഴക്കോട്ട് പോകുന്നതിനനുസരിച്ച് സമയത്തെ കൂട്ടണം. വെസ്റ്റിലോട്ട് പടിഞ്ഞാറോട്ട് പോകുന്നതിനനുസരിച്ച് സമയത്തെ കുറയ്ക്കണം. ഓക്കെ ആണല്ലോ? 1 ഡിഗ്രിക്ക് എത്രയാ സമയം വേണ്ടത്? 1 ഡിഗ്രി കറങ്ങാൻ നമുക്ക് വേണ്ട സമയം 4 മിനിറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? 1 ഡിഗ്രി കറങ്ങാൻ വേണ്ട സമയം 4 മിനിറ്റ് ആണെങ്കിൽ ഞാൻ വെറുതെ റാൻഡം ആയിട്ട് ഒരു ലൈന് വരയ്ക്കാണ്. റാൻഡം ആയിട്ട് ഞാൻ വരച്ച ലൈനാണ്. ആ ലൈൻ ഒന്ന് മക്കൾ എല്ലാവരും ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് നോക്കിക്കേടാ മക്കളെ. ഇവിടെ മക്കളെ ഞാൻ പറയുന്നു, ഈ 0 ഡിഗ്രി ആണല്ലോ നമ്മൾ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. 0 ഡിഗ്രിയിലെ സമയം എന്ന് പറയുന്നത് 0 ഡിഗ്രിയിലെ സമയം ഒരു 2 PM ആണ് വിചാരിക്കുക. 2 മണി PM ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി എത്ര ഡിഗ്രിയാണ്? ഇവിടെ എന്ത് ചെയ്യുന്നു? 1 ഡിഗ്രി ഈസ്റ്റ്. ഇത് 1 ഡിഗ്രി ഈസ്റ്റ് ആണ്, 1 ഡിഗ്രി കിഴക്ക. ഈസ്റ്റിലോട്ട് പോകുമ്പോൾ സമയത്തെ കൂട്ടണമെന്നാണോ കുറയ്ക്കണമെന്നാണോ ഞാൻ പറഞ്ഞത്? ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഈസ്റ്റിലോട്ട് പോകുമ്പോൾ സമയത്തെ കൂട്ടുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് സമയം കൂട്ടുകയാണ്. 1 ഡിഗ്രിക്ക് എത്ര മിനിറ്റാണ് കൂട്ടേണ്ടത്? 4 മിനിറ്റ് ആണ് കൂട്ടേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഗ്രീനിച്ചിലെ സമയം 2 മണി PM ആയിരിക്കുന്ന സമയത്ത് 1 ഡിഗ്രി ഈസ്റ്റ് സമയം എത്ര ആയിരിക്കും മക്കളെ? 2:04 PM ആയിരിക്കും. എന്ന് വെച്ചാൽ എന്ത് ചെയ്തു? 4 മിനിറ്റ് കൂട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 ഡിഗ്രിയിലേക്ക് എത്തുകയാണെങ്കിലോ, ഇവിടെ 2 ഡിഗ്രി ഈസ്റ്റിലോട്ട് എത്തുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണ്? അത് നേരെ 2:08 ആയിട്ട് മാറും. എന്ന് വെച്ചാൽ 4 മിനിറ്റ് കൂടെ വീണ്ടും കൂട്ടി. കാര്യം മനസ്സിലായല്ലോ? എന്നാൽ ഇപ്പുറത്തേക്ക് വരണേ, ഇപ്പുറത്തേക്കും കൂടെ എന്റെ കൂടെ തന്നെ അങ്ങോട്ട് പോകുന്നു. 1 ഡിഗ്രി വെസ്റ്റിലോട്ട് പടിഞ്ഞാറോട്ടാണ് പോകുന്നതെങ്കിലോ, 1 ഡിഗ്രി വെസ്റ്റിലോട്ട് പടിഞ്ഞാറോട്ട് പോകുന്നതാണെങ്കിൽ 2 മണിയിൽ നിന്ന് 4 മിനിറ്റ് കുറയ്ക്കുക. 2 മണിയിൽ നിന്ന് 4 മിനിറ്റ് കുറച്ചാൽ എത്രയാ? 1:56 PM ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു? 1 ഡിഗ്രിയും കൂടെ കുറക്കുന്നു, 1 ഡിഗ്രിയും കൂടെ കുറച്ച് അഥവാ 2 ഡിഗ്രിയിലേക്ക് എത്തി. അപ്പയാണെങ്കിലോ 1:52 PM ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? അതൊക്കെ സെറ്റാ. ഇനി ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കൽ ഇങ്ങനെയൊന്നുമില്ല. ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാറോ മക്കളെ? ഞാൻ എന്താ പറയുന്ന രീതിയിലെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നോക്കിക്കോ. ഇഫ് ദ ഗ്രീൻവിച്ച് മീൻ ടൈം ഈസ്, അഥവാ ഗ്രീനിച്ചിലെ സമയം നമുക്ക് തരുന്നു. ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നത് അതൊരു 2 മണി PM ആയിരിക്കുന്ന സമയത്ത് 30 ഡിഗ്രി ഈസ്റ്റിലെ അഥവാ കിഴക്കിലെ സമയം എത്ര എന്നായിരിക്കും ചോദിക്കാം. അങ്ങനെ ചോദ്യം ചോദിച്ചാൽ എൻ്റെ മക്കൾ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സെയിം രീതിയിൽ തന്നെ, സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ വരികയാണ്. നമ്മൾ ആദ്യം ഇത് എടുത്തിട്ട് എഴുതുന്നു 30 ഡിഗ്രി ഈസ്റ്റ് എന്ന് എഴുതുന്നു. ഓക്കെ ആണല്ലോ? ഈസ്റ്റിലോട്ടാവുന്ന സമയത്ത് സമയം കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ വേണ്ടത്? ഒരു സംശയമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്താണ് വേണ്ടത്. ഈസ്റ്റിലോട്ടാകുമ്പോൾ കൂട്ടുകയാണ് വേണ്ടത്. എത്ര മിനിറ്റ് കൂട്ടണം എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ മറ്റൊന്ന് പഠിച്ചിട്ടുണ്ട്, 15 ഡിഗ്രി കറങ്ങാൻ നമുക്ക് വേണ്ട സമയം എത്രയാ? 1 മണിക്കൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 15 ഡിഗ്രി കറങ്ങാൻ 1 മണിക്കൂർ വേണമെങ്കിൽ 30 ഡിഗ്രി കറങ്ങാൻ എത്ര സമയം വേണ്ടി വരും?
2 മണിക്കൂർ വേണ്ടി വരും. അഥവാ നമ്മൾ എത്ര മണിക്കൂർ കൂട്ടണം? 2 മണിക്കൂർ കൂട്ടണം. 2 മണിയുടെ കൂടെ 2 മണിക്കൂറും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 2 മണി, 3 മണി, 4 മണി. അഥവാ നമുക്ക് ഉത്തരം കിട്ടി 4 PM എന്ന് കിട്ടി. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ ഇത്ര സിമ്പിൾ ആണോ ഈ സമയം കാൽക്കുലേഷൻ? സത്യത്തിൽ ഇത് ഇത്ര സിമ്പിളാ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇത് പഠിച്ചു വരുന്ന സമയം നമുക്ക് കൺഫ്യൂഷൻ വരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാവേ. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം, ഇപ്പൊ ഗ്രീനിച്ച് സമയം എന്ന് പറഞ്ഞാൽ ഗ്രീനിച്ച് ടൈം എന്ന് പറയുന്നത് 1 മണി PM എന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ. then അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, 90 ഡിഗ്രി വെസ്റ്റില് അഥവാ പടിഞ്ഞാറുള്ള സമയം എത്ര എന്നുള്ളതാണ്. വെസ്റ്റിലോട്ട് പടിഞ്ഞാറോട്ടാണ്. പടിഞ്ഞാറോട്ടായതുകൊണ്ട് എന്തായിരിക്കും നമ്മൾ ഉണ്ടാവുക? കുറയ്ക്കുക എന്തായിരിക്കും ഉണ്ടായിരിക്കാം. മക്കളെ 1 മണിക്കൂറിന് 15 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ, സോറി 15 ഡിഗ്രിക്ക് 1 മണിക്കൂറാണ് നിന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിക്ക് എത്ര മണിക്കൂർ എന്ന് അറിയാൻ വേണ്ടി 90 ഡിവൈഡഡ് ബൈ 15 ഇതൊക്കെ വരും. ഇപ്പോൾ 90ലേക്ക് നോക്കുന്ന സമയത്ത് 30 എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു? 6 15 90 ബാലൻസ് 0 ആണ്. അഥവാ -6 hour ആണ്. 6 മണിക്കൂർ കുറയ്ക്കാൻ വേണ്ടത്. 6 മണിക്കൂറിന് നമുക്കിതാ എങ്ങനെ മക്കളെ കുറയ്ക്കാൻ പറ്റും? 1 മണിയിൽ നിന്ന് 6 മണിക്കൂർ കുറയ്ക്കാം. 1 മണിന്റെ തൊട്ട് ബാക്കിലോട്ട് 1 കുറച്ചോ? 12 അല്ലേ? ആണ്. then അതുപോലെ തന്നെ 11 10 9 8 7 കറക്റ്റ്. നമ്മുടെ ഉത്തരം കിട്ടി 7. AM ആണോ PM ആണോ എന്നല്ലേ കൃത്യമായിട്ട് നോക്കിയിട്ട് എഴുതണം മക്കളെ. 1 മണിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു 12 പാസ് ചെയ്തിട്ടില്ലേ? സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? 7 AM ആയിരിക്കും. ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇനി മിനിറ്റുകൾ വെച്ചിട്ട് നമ്മൾ കാണുന്ന ഒരു രീതിയുണ്ട്. അതും കൂടെ വേണമെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തന്നേക്കാം. ബാക്കി കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം പല രീതികൾ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള രീതി നോക്കിയാൽ മതി. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ എടുത്തു നോക്കുന്നു. നമ്മളോട് ചോദിക്കുകയാണ് 90 ഡിഗ്രി. ഞാൻ ഇതേ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നതാണ്, 90 ഡിഗ്രി വെസ്റ്റിലെ സമയം എത്ര എന്നുള്ള കുറക്കുക എന്നുള്ള ചിഹ്നം ഇട്ടു. 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് ആണെന്നറിയാം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു 90 ഗുണിക്കണം 4 ചെയ്യുന്നു. 90 ഗുണിക്കണം 4 എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര ഉത്തരം കിട്ടിയ മക്കളെ? 90 × 4 ആണല്ലോ. 90 × 4 0. 4 × 9 18 36 360 എന്ന ഉത്തരം കിട്ടും. അഥവാ -360 മിനിറ്റ് ആണ്. നമ്മൾ 1 മണിയിൽ നിന്ന് 360 മിനിറ്റ് കുറക്കണം. ഈ 360 മിനിറ്റ് കുറക്കാൻ പറഞ്ഞാൽ 1 മണിയിൽ നിന്ന് ചെയ്തോ 12:59 12:58 12:57 എന്ന് പറഞ്ഞാൽ 360 മിനിറ്റ് കുറക്കുമ്പോഴേക്ക് എന്റെ കൈയും എന്റെ കാലും നിങ്ങളുടെ കാലും കൂടെ തികയില്ല. ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 360ന് എത്ര മണിക്കൂറാന്ന് നോക്കിയാൽ മതി. അതിന് എത്ര മണിക്കൂറാന്ന് നോക്കാൻ വേണ്ടി 360 ഡിവൈഡഡ് ബൈ 60 നോക്കിയാൽ മതി. കാരണം 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കറിയാം 36 6 360 കഴിഞ്ഞു. അഥവാ ഇവിടെ നമുക്ക് കിട്ടും -6 hour. ഇവിടെ നമുക്ക് വളരെ വേഗത്തിൽ കിട്ടിയെന്നു. ഇവിടെ ഒന്നും കൂടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ ചില ക്വസ്റ്റ്യൻസിന് ഇങ്ങനെയും ചെയ്യേണ്ടി വരും. അപ്പോഴും നിങ്ങൾക്ക് എത്ര കിട്ടും? 7 AM എന്ന ഉത്തരം കിട്ടും. സോ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, സാറേ ഇതൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് മനസ്സിലായി, ഭയങ്കര സിമ്പിൾ അല്ലേ സർ? ചിന്തിക്കേണ്ട, തെറ്റും. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കേ. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യൻ എല്ലാവരും ഇതിന്റെ ഉത്തരം ഇതിന് താഴെ ഇടണം. ഇഫ് ദ ഗ്രീനിച്ച് ടൈം ഈസ്, ഗ്രീനിച്ചിന്റെ സമയം എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് ഒരു 4 PM ആണെന്ന് വിചാരിക്കാം. 4 PM ആണ്. ഞാൻ 2 ചോദ്യങ്ങൾ തരുന്നുണ്ട്. ഒരുമിച്ചിട്ടാണ് 2 ചോദ്യങ്ങൾ തരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 45 ഡിഗ്രി ഈസ്റ്റിലെ സമയം എത്ര? അഥവാ 45 ഡിഗ്രി കിഴക്കിലെ സമയം എത്ര? കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, 30 ഡിഗ്രി വെസ്റ്റിലെ അഥവാ പടിഞ്ഞാറിലെ സമയം എത്ര? ഇതിന്റെ 2ന്റെയും ഉത്തരം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ എല്ലാവരും കമന്റ് ചെയ്തോ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. സോ ഒരിക്കലും ഒരു വീഡിയോസ് മിസ് ചെയ്യാതിരിക്കുക. നന്നായിട്ട് പഠിക്കുക. സോഷ്യൽ സയൻസിൽ നമുക്ക് എന്ത് കിട്ടണം? A+.